ശ്രീ സി മുകുന്ദൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിയമം കയർ വകുപ്പ് മന്ത്രി. സർ, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മിതമായ പലിശ നിരക്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വിവിധ വരുമാനദായക ക്ഷേമ പദ്ധതികളുടെ കോർപ്പറേഷൻ വായ്പകൾ ലഭ്യമാകുന്നുണ്ട്. അതുവഴി അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് കോർപ്പറേഷൻ നിലകൊള്ളുന്നത്. വളരെ ചെറിയ രീതിയിൽ 4 ശാഖകളുമായിട്ടാണ് കോർപ്പറേഷൻ 1972 പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ ബ്രാഞ്ചുകളും കിളിമാനൂർ, വണ്ടൂർ, ചേലക്കര എന്നിവിടങ്ങളിൽ ഉപജില്ലാ ഓഫീസുകളും കോർപ്പറേഷനുണ്ട്. നാളിതുവരെ 2,18,000 പേർക്ക് വിവിധ ആവശ്യങ്ങൾക്കുള്ള വായ്പകൾ നൽകാൻ കോർപ്പറേഷൻ ആയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ മൂലധന സഹായവും കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പുനർവായ്പാ സഹായവും ഉപയോഗിച്ച് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നൽകുന്ന വിവിധ വായ്പാ പദ്ധതികൾ വിശദ വിവരങ്ങൾ അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോർപ്പറേഷനിൽ വായ്പകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് സ്റ്റാർട്ടപ്പ് സംരംഭകർക്കുള്ള വായ്പാ പദ്ധതി, പ്രൊഫഷണൽ സർവീസ് പദ്ധതി എന്നിവയാണ്. ബാക്കി കാര്യങ്ങൾ ടേബിൾ ചെയ്യും. താങ്ക് യു. ശ്രീ സി മുകുന്ദൻ. സാർ, എൻ്റെ ചോദ്യം കോർപ്പറേഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സോഫ്റ്റ്വെയർ നടപ്പാക്കിയിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? ഇപ്പോൾ നേരത്തെ കോർപ്പറേറ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റി KSDC സ്മാർട്ട് എന്ന പുതിയ സോഫ്റ്റ്വെയർ, അത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറിന് അനുസൃതമായിട്ടുള്ള പുതിയൊരു സോഫ്റ്റ്വെയർ കോർപ്പറേഷൻ തന്നെ വികസിപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനം പൊതുവെ തൃപ്തികരമായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കോർപ്പറേഷൻ്റെ പ്രവർത്തനം കേരളത്തിലെ 35 ലക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ എത്തിച്ചേരുന്ന വിധം വിപുലീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആയത് വിശദീകരിക്കാമോ? സാർ, നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ 14 ജില്ലകളിലും ഓഫീസുണ്ട്, 3 ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ 35 ലക്ഷത്തോളം വരുന്ന SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും സേവനം ലഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. താലൂക്കുകൾക്കകത്ത് പട്ടികജാതി വിഭാഗത്തിൻ്റെ ജനസംഖ്യയുടെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി ഇത് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് വരുന്നുണ്ട്. 2025-26 സാമ്പത്തിക വർഷം ഏതാനും ശാഖകൾ തുടങ്ങുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്.